ഇപ്പോൾ ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. CP മാത്യു, LDF മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി, ഇടുക്കി CPM നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി എന്ന വാർത്ത പുറത്തു വരികയാണ്. രാജയുടെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് ഡി കുമാറിന്റെ ഹർജിയിലാണ് കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? കള്ളപ്രമാണവും കള്ളരേഖയും ഉണ്ടാക്കിയാണ് രാജ ദേവികുളത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അത് ഞങ്ങൾ അന്ന് തന്നെ ഉയർത്തിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഉന്നതമായ ധാർമ്മികതയുടെ വിജയമായി ഞങ്ങൾ ഈ ഹൈക്കോടതിയുടെ വിധിയെ ഞങ്ങൾ കാണുകയാണ്. ഇത് ജനകീയനായിരുന്ന രാജേന്ദ്രന് സീറ്റ് കൊടുക്കാതെ മാർക്സിസ്റ്റ് പാർട്ടി അവിടെ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയായിരുന്നു. അതിനുകൂടിയുള്ള തിരിച്ചടിയാണ്. അവിടെ ഇനി തെരഞ്ഞെടുപ്പ് വന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണി ആ സീറ്റ് ദേവികുളം നിയോജകമണ്ഡലം ഞങ്ങൾ തിരിച്ചുപിടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മാറിയ രാഷ്ട്രീയ സാഹചര്യം അതാണ് സൂചിപ്പിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഈ കള്ളരേഖ ഉണ്ടാക്കിയത് മാത്രമല്ല, പണത്തിന്റെ കുത്തൊഴുക്കിൽ കൂടിയായിരുന്നു ദേവികുളത്തെ വിജയം. ഇതിനെല്ലാം മറികടന്ന് ഞങ്ങൾ ജയിക്കാനുള്ള സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ദേവികുളം നിയോജക മണ്ഡലത്തിലെ ജനകീയ പൾസ് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. CP മാത്യു, ഒപ്പം തന്നെ ഈ വ്യാജ സത്യവാങ്മൂലം നൽകിയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വ്യാജ സർട്ടിഫിക്കറ്റാണ് നൽകിയിട്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലാണെങ്കിൽ അതൊരു ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുകയല്ലേ ചെയ്യുന്നത്? ജനങ്ങളെ കബളിപ്പിച്ചു എന്നുള്ളതിന്റെ നിയമപരമായ മറുപടിയാണല്ലോ ധാർമ്മികത ഹൈക്കോടതി ഉയർത്തിപ്പിടിക്കുകയും ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും ചെയ്തതിന്റെ കാരണം അത് തന്നെയാണ്. ജനകീയ കോടതിയിൽ അവര് കള്ളരേഖ ഉണ്ടാക്കി കൊടുത്ത താൽക്കാലിക വിജയമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത്. അത് ശാശ്വതമായി അല്ല എന്നുള്ളതിന്റെ ധാർമ്മികതയുടെ വിജയമായി ഞങ്ങൾ ഇതിനെ കാണുകയാണ്. ഒപ്പം തന്നെ ഇനിയിപ്പോ എന്തായാലും സ്വാഭാവികമായിട്ടും രാജയും നേതൃത്വവും എന്തായാലും സുപ്രീം കോടതി അല്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുവാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിൽ കോൺഗ്രസ് നേതൃത്വം നേരിടും? ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചു കയറും. ദേവികുളം നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കും.